ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് BEGC 111 വുമൻസ് റൈറ്റിങ്ങിലുള്ള മൂന്നാമത്തെ ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റത്തെ യൂണിറ്റ് നമ്മൾ അത് ഷോർട്ട് സ്റ്റോറീൻ്റെ ബ്ലോക്കാണ്. അപ്പം ഫസ്റ്റത്തെ ഷോർട്ട് സ്റ്റോറി നമ്മൾ പഠിച്ചു. ദെൻ രണ്ടാമത്തെ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ദ ലെഗസി ബൈ വിർജീനിയ വോൾഫ്. വിർജീനിയ വോൾഫ് എഴുതിയിട്ടുള്ള ദ ലെഗസി എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി. അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. സോ നമ്മൾ വിർജീനിയ വോൾഫിനെ കുറിച്ചിട്ട് ചെറിയൊരു വിവരണം തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ആ ഒരു ഷോർട്ട് സ്റ്റോറിയിലേക്ക് പോകാം കേട്ടോ. 1882 മുതൽ 1941 വരെയാണ് അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അവർ ഫേമസ് ആയിട്ടുള്ളൊരു മോഡേണിസ്റ്റ് റൈറ്റർ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവർക്ക് അവരെ സംബന്ധിച്ച് അവരുടെ ഫോർമൽ എഡ്യൂക്കേഷനൊക്കെ വളരെ കുറവായിരുന്നെങ്കിലും പക്ഷേ അവരുടെ അച്ഛനും ഒരു എഴുത്തുകാരനായിരുന്നു. ആ ഒരു ബന്ധം വെച്ച് ഒരുപാട് ബുക്കുകളൊക്കെ വായിക്കാനുള്ള ഒരു അവസരങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിർജീനിയ വോൾഫിന് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്കായിരുന്നു അവരുടെ ചായവും ഉണ്ടായിരുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൈറ്ററായിട്ട് ഒരു മികച്ച അറിവ് തന്നെ അവരുടെ ഒരു പാരമ്പര്യത്തിലൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള രചനാ ശൈലി ഫേമസ് ആക്കിയത് നമ്മുടെ ഈ ഒരു വിർജീനിയ വോൾഫാണ് കേട്ടോ. അപ്പം എന്താണ് ഈ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ? അത് നമ്മളൊരു സ്റ്റോറി എന്തെങ്കിലും എഴുതുമ്പം ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയുമ്പം ആ ക്യാരക്ടറിൻ്റെ ഇന്നറായിട്ടുള്ള തോട്ടുകളും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റോറിയിലൂടെ തന്നെ അല്ലെങ്കിൽ ആ ഒരു എഴുത്തിലൂടെ തന്നെ വിവരിക്കുന്ന രീതിയാണെന്ന് പറയുന്നത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, അവർ ചിന്തിക്കുന്നതും അവർ വിചാരിക്കുന്നതും അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള മനസ്സിൽ നടക്കുന്ന സംഭവങ്ങൾ അവർ എഴുത്തിലൂടെ അത് പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നതിനാണെന്ന് പറയുന്നത്. ഇപ്പം ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അയാൾ മനസ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത് പോലും എവിടെ പറയും, ആ ഒരു എഴുത്തിൽ പറയും എന്നുള്ളത്. അതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. അപ്പം ഈ ഒരു രചനാശൈലി ഫേമസ് ആക്കിയത് നമ്മുടെ ഈ വിർജീനിയ വോൾഫാണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പം അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവർ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അമ്മ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ ഫാമിലിയിൽ എന്താണ് റേപ്പിനൊക്കെ അവർ ഇരയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് പീഡനങ്ങളൊക്കെ അവരുടെ ഫാമിലിയിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നീട് 1912 ലിയനാർഡ് വോൾഫിനെ അവർ മാരേജ് ചെയ്യുകയാണ്. അവരും ഒരു എഴുത്തുകാരനും ഒരു റൈറ്ററും അതുപോലെ തന്നെ ഒരു തിങ്കറൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് ഇവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങളൊക്കെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാം. ഒരുപാട് ശേഖരങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് റൈറ്റിങ്സ് അവർ എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് 1941 അവർ ഒരു മെൻ്റൽ പ്രോബ്ലം കാരണം, ഈ ഒരു ആകെ ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്ത് ഒരു മെൻ്റൽ പ്രോബ്ലം കാരണം അവർ തന്നെ സൂയിസൈഡ് ചെയ്തതാണെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ലിയോനാർഡിന് എന്താണ് ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കത്ത് കത്ത് എഴുതിയിട്ടാണ് അവർ മരണപ്പെട്ടതെന്നും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ള അവരുടെ ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള ദ ലെഗസി എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. അപ്പം ഈ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ ഇതിലെ ക്യാരക്ടേഴ്സ് ആഞ്ചല അതുപോലെ തന്നെ ഗിൽബർട്ട് എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് മെയിനായിട്ട് വരുന്നത്. ആഞ്ചലയുടെ ഹസ്ബൻഡാണ് കേട്ടോ ഗിൽബർട്ട്. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് സിസി മില്ലർ. ഈ ഒരു ആഞ്ചലയുടെ തന്നെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആളായിരുന്നു സിസി മില്ലർ. ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ് കേട്ടോ. പിന്നെ അതിൽ പറയുന്ന വേറൊരാളാണ് ഒരു BM എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ ഒരു 4 പേരും കൂടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. സോ നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റോറി എന്നുള്ളത് ചുരുക്കി ഒന്ന് നോക്കാം അല്ലേ. അപ്പം ഈ ഒരു സ്റ്റോറിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഞാനും ഒരുപാട് ഈ ഒരു സ്റ്റോറിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് അന്വേഷിച്ചു. എന്താ ചോദിച്ചാൽ ഒന്നുമല്ല, ഈ ഒരു സ്റ്റോറി ഈ വായിച്ചു കഴിയുമ്പോഴും നമുക്ക് എന്താണ് പല ക്വസ്റ്റ്യൻസും അവിടെ ബാക്കിയാണ്. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് നമുക്ക് ഈ ഒരു സ്റ്റോറി വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പം ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നുണ്ട്, എന്നാൽ തന്നെ അത് എന്താന്നുള്ള കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് പറയുന്നതല്ലതാണ്. ആ ഒരു രീതിയാണ് ഈ ഒരു സ്റ്റോറി ഉള്ളത്. അപ്പോൾ നമ്മളൊരു റീഡർ എന്ന നിലയ്ക്ക് നമ്മൾ ആ സ്റ്റോറി വായിച്ചു കഴിഞ്ഞാലും പല ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിനുള്ളിൽ ബാക്കിയായിട്ട് അതുപോലെ തന്നെ കിടക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അത് മൈൻഡ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു സമ്മറി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ആഞ്ചല എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ആഞ്ചലയുടെ മരണശേഷമാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവർ മരിക്കേണ്ട ഒരു ആക്സിഡൻറ്റിൽ, ഒരു കാർ ആക്സിഡൻറ്റിൽ അവർ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനുശേഷമാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ അവരുടെ മരണശേഷം അവരുടെ ഭർത്താവായിട്ടുള്ള ഗിൽബർട്ട് എന്താണ് അവരുടെ റൂമിൽ പോകുമ്പോൾ എന്താണ് ഒരുപാട് സമ്മാനങ്ങൾ അവരുടെ റൂമിൽ കാണാൻ പറ്റും. അത് ഓരോരുത്തർക്കും ഒരുപാട് ഫ്രണ്ട്സിന് ഓരോരുത്തർക്ക് അത് പേര് എഴുതി വെച്ചിട്ട് ആണത് അവർ മരണപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പം അതിൽ തന്നെ നമ്മുടെ ഒരു ആഞ്ചലയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സിസി മില്ലറിന് ഒരു പേളിൻ്റെ ബ്രൂച്ച് ഒരു സമ്മാനമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പേൾ ബ്രൂച്ച് എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലൊക്കെ എന്താണ് ആളുകൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്താണ് ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഒരു പ്രത്യേകതരം ഒരു പിന്നുണ്ടാവും. നമ്മുടെ ഡ്രസ്സുമേലൊക്കെ കുത്താൻ പറ്റുന്ന ഒരു പിന്നുണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത് ഈ ഒരു ബ്രൂച്ച് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു പേൾ ആയിട്ടുള്ള ബ്രൂച്ച് എന്ന് കൂടെ ഒരു വില കൂടിയ സംഭവമായിട്ട് നമ്മുടെ സിസി മില്ലർക്ക് എടുത്തു വെച്ചിട്ടുള്ളൊരു സാധനം നമ്മുടെ ആര് കാണാണ്, നമ്മുടെ ഗിൽബർട്ട് കാണാണ്. അപ്പം അത് കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് സമ്മാനങ്ങൾ കാണും. പക്ഷേ ഈ ഒരു ഗിൽബർട്ടിന് മാത്രം ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഗിൽബർട്ടിന് അവരുടെ ഡയറി കിട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഡയറിയാണ് നമ്മുടെ ഗിൽബർട്ടിന് കിട്ടുന്നത്. അത് കൊടുത്തതല്ല, അവർ കാണുമ്പം എടുത്തതായിരിക്കാം. അപ്പം അങ്ങനെ ഈ ഒരു നമ്മുടെ ഈ ഒരു സിസി മില്ലർക്ക് എന്താണ് അവരുടെ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് സിസി മില്ലറെ നമ്മുടെ ഗിൽബർട്ട് അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ എന്താണ് അവർ വീട്ടിലേക്ക് എത്തിയ സമ്മാനം വാങ്ങുമ്പം ഗിൽബർട്ടിനോട് പറയുന്നുണ്ട്, താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനത് സന്തോഷത്തോടെ താങ്കളെ സഹായിക്കും എന്നുള്ളത് നമ്മുടെ സിസി അവിടെ പറയാണ്. പക്ഷേ അദ്ദേഹം അതെന്തോ ഒരു
എന്താണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് അദ്ദേഹം ആ ഒരു വാചകം എടുത്തത്. കാരണം തന്നിൽ മേൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഈ സിസി മില്ലർക്ക് ഉണ്ട് എന്നുള്ള ഒരു ചെറിയൊരു തെറ്റായ ധാരണ ആർക്ക് തോന്നി, ഈ ഗിൽബർട്ടിന് തോന്നി എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് അവർ പോയതിന് ശേഷം എന്താണ് ആ ഒരു ഡയറി ആര് വായിക്കാണ്, നമ്മുടെ ഗിൽബർട്ട് വായിക്കുകയാണ്. അപ്പം ആ ഡയറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേഴ്സണൽ ഡയറി ആകുമ്പോൾ അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ടാവും, ആ ഒരു ഡയറിയിലുണ്ടാവും. അപ്പം അങ്ങനെ ആ ഒരു ഡയറി വായിക്കാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഭയങ്കര ലവ്ഫുൾ ആയിട്ടുള്ള തൻ്റെ ഒരു ഭർത്താവിനെ ഭയങ്കര സ്നേഹത്തിൽ പരിപാലിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വിജയത്തിലൊക്കെ കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ഭാര്യയാണ് നമുക്ക് ആ ഒരു ആ ഡയറിയിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ പിന്നീട് അതിൽ പറയുന്നുണ്ട് അവരെന്താണ് നമ്മുടെ ഈ ഒരു ഗിൽബർട്ട് എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ഒരുപാട് ബിസി ആയിട്ട് പോകുകയാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവരെന്താണ് അവർ അവരുടെ ലോകത്തായിട്ട് ബിസി ആയി പോയപ്പം ഇവരെന്താണ് ശരിക്കും നമ്മുടെ ഈ ആഞ്ചല ശരിക്കും ഒറ്റപ്പെട്ട പോലെ ഉള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് തോന്നിയെന്നുള്ളത് ആ ഡയറിയിലൂടെ വ്യക്തമാവുകയാണ്. അതുപോലെ തന്നെ അവർക്ക് കുട്ടികളില്ലായിരുന്നു. പക്ഷേ ഒരു കുട്ടികളില്ലാത്തത് ഇത്രയും വലിയൊരു വിഷയമായിട്ട് അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് ആർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഗിൽബർട്ടിന് തോന്നി. കാരണം അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലുള്ള സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആഞ്ചലക്കാണ് അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള ഒരു വേവലാതി ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു കുട്ടികൾ ഇല്ലാത്തതിൻ്റെ വിഷമങ്ങളൊക്കെ ആ ഒരു ഡയറിയിൽ അവർ കുറിച്ചിരിക്കുന്നതായിട്ട് നമ്മുടെ ഗിൽബർട്ട് കാണാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഈ ഒരു ആഞ്ചല വിചാരിക്കുകയാണ് തനിക്ക് ഏതായാലും കുട്ടികളൊന്നുമില്ല, അപ്പം ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് എന്താണ് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എന്താണ് അവർ ആ ഒരു സോഷ്യലായിട്ടുള്ള ഒരു മേഖലയിലേക്ക് അവരിങ്ങനെ നീങ്ങാണ്. അങ്ങനെ ഈ ഒരു ആ ഒരു ഡയറി വായിക്കുമ്പം BM എന്ന് പറയുന്ന ഒരു പേര് ആ ഒരു ഡയറിയിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ പലതവണ വന്നതായിട്ട് നമ്മുടെ ഗിൽബർട്ട് കാണാണ്. അപ്പം അദ്ദേഹം ആദ്യം വിചാരിച്ചു ഇതൊരു പെണ്ണാണെന്ന്. പക്ഷേ പിന്നീട് മനസ്സിലായി ഇത് ഇവരുടെ എന്താണ് ഒരു പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ലവർ ആണെന്നുള്ളത് തെറ്റിദ്ധരിക്കുകയാണ് ആരെ, നമ്മുടെ ഗിൽബർട്ട്. അങ്ങനെ ആ ഒരു അതുപോലെ തന്നെ ആ ഡയറിയിൽ ചില ഭാഗങ്ങളൊക്കെ എന്താണ് മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഈ ഒരു ഡൗട്ട് കൂടുതലായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പം ഇതെന്തോ ഉണ്ട്. അപ്പം ആ ഒരു ചിലപ്പം ഈ അവളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ലവർ ആയിരിക്കാം ഈ BM എന്നുള്ളത് നമ്മുടെ ഗിൽബർട്ടിന് തോന്നുകയാണ്. അതുപോലെ ആ ഒരു മരണത്തിൻ്റെ തൊട്ട് മുമ്പ് എന്താണ് അവൾ ആ ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്, ഹാവ് ഐ ദ കറേജ് ടു ഡു ഇറ്റ് ടു എന്ന്. ഹാവ് ഐ ദ കറേജ് ടു ഡു ഇറ്റ് ടു, എനിക്കും ഇതുപോലെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടാണ് ആ ഒരു ഡയറി അവസാനിക്കുന്നത് എന്നുള്ളത്. അപ്പം അതിനർത്ഥം അവൾ എന്താണ് ശരിക്കും ആക്സിഡൻ്റ് മരണപ്പെട്ടതല്ല, അത് എന്തായിരുന്നു അതൊരു സൂയിസൈഡ് ആയിരുന്നു എന്നുള്ളത് നമ്മുടെ ഗിൽബർട്ടിന് മനസ്സിലാവുകയാണ്. അപ്പം ആ ഒരു സമയത്താണ് ഗിൽബർട്ട് മനസ്സിലാക്കുന്നത് തൻ്റെ ഭാര്യ മരിച്ചത് ശരിക്കും ഒരു ആക്സിഡൻറ്റിലൂടെയല്ല, അതൊരു എന്താണ് ഒരു സൂയിസൈഡിലൂടെയാണെന്നുള്ളത് കാര്യം മനസ്സിലാവുന്നത് ഗിൽബർട്ടിന് ആ ഒരു ഇത് വായിക്കുമ്പോഴാണ് കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു BM എന്നുള്ള ആരാണെന്നുള്ള ക്വസ്റ്റ്യന് അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഭയങ്കര ഡൗട്ടുകൾ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അപ്പം അദ്ദേഹം വിചാരിച്ച സിസി മില്ലറിനെ വിളിപ്പിക്കാം, കാരണം അവരുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം അവരുടെ എല്ലാ സീക്രട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അവരോട് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ സിസിയെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. അപ്പം സിസിയോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു BM എന്ന് പറയുന്ന ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സിസി പറയുന്നത് എൻ്റെ ബ്രദറാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പം അവനും സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അവൾ എന്താണ് ഭയങ്കര വിഷമിച്ചു, കാരണം അവൻ്റെ സഹോദരനും സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഏഞ്ചലയും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം ഡബിൾ ആയിട്ടുള്ളൊരു വിഷമാണ് ആരെ സംബന്ധിച്ചുള്ളത്, സിസിക്കുള്ളത് എന്നുള്ള പറയുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ഈ സിസി പറയുന്നുണ്ട് അവർ ലവേഴ്സ് അല്ല, അവർ പരസ്പരം. പക്ഷേ നമ്മുടെ ഈ ഒരു BMന് ശരിക്കും നമ്മുടെ ആഞ്ചലയെ ഇഷ്ടമായിരുന്നു കേട്ടോ. പല ഇതിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മുടെ ആഞ്ചലയെ സംബന്ധിച്ച് ഓൾറെഡി അവരൊരു ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റിയിൽ എന്താണ് ഒരു ഭാര്യയായിരിക്കും മറ്റൊരാളുടെ കൂടെ ജീവിക്കാനുള്ള പെർമിഷൻ ആർക്കില്ല, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്കില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരെന്താണ് ആ ഒരു പ്രണയത്തെ അവർ നിരസിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു BMനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ അദ്ദേഹം ഭയങ്കര സോഷ്യലായിട്ട് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഒരുപാട് സോഷ്യലായിട്ടുള്ള ഒരുപാട് പാവങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് BM എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ഗിൽബർട്ടിനെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്, പക്ഷേ അദ്ദേഹം സഹായിക്കുന്നത് നല്ല ഉന്നത വിഭാഗക്കാരെ മാത്രമാണ് അദ്ദേഹം സഹായിച്ചിരുന്നത്. സോ നമ്മുടെ ഈ ഒരു ആ ഒരു മേഖലയിലായിരിക്കാം മേ ബി നമ്മുടെ ഈ ഒരു ആഞ്ചലയും അതുപോലെ തന്നെ BM തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാവുക. ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിനിടയിലായിരിക്കും അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കുക, അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് BMന് അവരോടൊരു ഇഷ്ടം തോന്നുകയാണ്. പക്ഷേ പിന്നീട് എന്തിനോ BM സൂയിസൈഡ് ചെയ്തിരുന്നു, അതിൻ്റെ കാരണങ്ങളൊന്നും ഇതിൽ വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ പിന്നീട് ഈ ഒരു ആഞ്ചല സൂയിസൈഡ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. കാരണം അപ്പം ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്, ഹാവ് ഐ ദ കറേജ് ടു ഡു ഇറ്റ് ടു, എനിക്കും ഇതുപോലെ ചെയ്യാനുള്ള കറേജ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഗിൽബർട്ടിന് മനസ്സിലാവുകയാണ് ശരിക്കും ആ ഒരു പ്രേമം കാരണമല്ല അവർ എന്താണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു മാരേജിന് ശേഷം അവർക്ക് എന്താണ് ശരിക്കുള്ള സ്നേഹം എന്താണെന്നൊന്നും ശരിക്കും അവർ അനുഭവിച്ചിട്ടില്ല. അപ്പം ഈ ഒരു ഭർത്താവിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമായിട്ടാണ് ശരിക്കും അവർ സൂയിസൈഡ് ചെയ്തതെന്നുള്ള സത്യം അവർ മനസ്സിലാക്കുകയാണ്, ഈ ഗിൽബർട്ട് മനസ്സിലാക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം അവർ ആ ഒരു BM മരണപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഒരു
എന്തെങ്കിലും ഒരു കാരണത്തിലാവാം മേ ബി അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാവും. അതിന് ശേഷമാണ് നമ്മുടെ ഏഞ്ചലയും അതുപോലെ തന്നെ സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പം മേ ബി അവർക്ക് ഉള്ളിലുള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം, മരണശേഷം ഒരുമിക്കാം എന്നുള്ളൊരു രീതിയിലായിരിക്കാം ചിലപ്പം അവർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പല ക്വസ്റ്റ്യൻസും ഈ ഒരു സ്റ്റോറി അവസാനിക്കുമ്പോൾ ബാക്കിയായി നിൽക്കുകയാണ് മനസ്സിനുള്ളിൽ. നമുക്കും അതുപോലെ തന്നെ ഏതൊരു റീഡേഴ്സ് ആയാലും അത് അങ്ങനെ തന്നെയാണ് നമുക്കുണ്ടാവുക. പിന്നെ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠനം നടത്തിയിട്ടും എനിക്ക് കാര്യമായിട്ടുള്ള റിസൾട്ടുകളും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളതൊന്നും മനസ്സിലാക്കേണ്ട. ഈ ഒരു BM ശരിക്കും അവരുടെ ലവർ അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത്. കാരണം ഏഞ്ചൽ ഒരിക്കലും BMനെ ലവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതോടുകൂടിയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. അഥവാ ഗിൽബർട്ട് തിരിച്ചറിയാണ് ശരിക്കും തനിക്ക് തൻ്റെ യഥാർത്ഥ ലെഗസി എന്ന് പറയുന്നത്. ലെഗസി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പാരമ്പര്യമായിട്ട് അവകാശമായിട്ട് കിട്ടുന്നതിനെയാണ് എന്താ പറയുന്നത്, ലെഗസി എന്ന് പറയുന്നത്. ശരിക്കും തൻ്റെ ഒരു ലെഗസി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഭാര്യയുടെ സ്വത്തായിട്ടുള്ള ഈ ഒരു ഡയറി ആണെന്നുള്ള കാര്യം നമ്മുടെ ഗിൽബർട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം അവരെ സംബന്ധിച്ച് ഈ ഒരു ഡയറി മാത്രമാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതെ. അപ്പം അവരുടെ ഡയറി ഇതുവരെ ഗിൽബർട്ട് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. അപ്പം ഈ ഒരു കാര്യം മാത്രം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാത്തൊരു കാര്യമായിട്ട് അത് പറയുമ്പം അതൊരു ലെഗസി ആയിട്ട് വീണ്ടും അവശേഷിക്കുകയാണ് അവരുടെ ലൈഫിൽ. ഈ ഒരു ലെഗസി ആയിട്ട് ഈ ഒരു ഡയറിയാണ് അവശേഷിക്കുന്നത് എന്നുള്ള കാര്യമാണ് അതിലൂടെ ഒരു സ്റ്റോറിയുടെ എൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ആദ്യം നമ്മുടെ ഏഞ്ചല മരണപ്പെടുകയാണ്, അതിനുശേഷം ആ ഒരു ഡയറി വായിക്കുകയാണ്. അപ്പം എന്താണ്, BMനെ കുറിച്ചിട്ട് കാണുമ്പം അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കുമ്പോഴാണ് അത് എന്താണ് നമ്മുടെ ഈ ഒരു സിസിയുടെ ബ്രദറാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അപ്പം അദ്ദേഹം ഓൾറെഡി സൂയിസൈഡ് ചെയ്ത ആളായിരുന്നു. അപ്പം നമ്മുടെ ഏഞ്ചലെ സംബന്ധിച്ച് എന്താണ്, ഒരു കല്യാണശേഷം വിവാഹശേഷം എന്താണ് ശരിക്കുള്ളത് സന്തോഷമായിട്ടുള്ള ജീവിതം കിട്ടിയിട്ടില്ല. തൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര ബിസി ആയിപ്പോയിട്ട് അവരുടെ കാര്യങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒന്നിനും നമ്മുടെ ഗിൽബർട്ടിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് ഒരുപാട് സന്തോഷങ്ങളും കാര്യങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഒരു ആഫ്റ്റർ മാരേജ് അവർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. അപ്പം അതൊന്നും കിട്ടാതായിരിക്കുമ്പം മേ ബി തന്നോടൊരു ഇഷ്ടം പ്രകടിപ്പിക്കുമ്പം അത് നിരസിച്ചിട്ടെങ്കിലും അവർ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ചിലപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിക്കൂടായില്ല. അപ്പം അദ്ദേഹം മരണപ്പെടുമ്പം അതിനുശേഷം അതിന് ഇതായിട്ട് ഇവരും സൂയിസൈഡ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പം ഈ ഒരു കാര്യം തനിക്കും തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്കൊരു സുഖം സന്തോഷം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഗിൽബർട്ട് അവരുടെ മരണശേഷം ആണ് മനസ്സിലാക്കുന്നത്. ആ ഒരു മനസ്സിലാക്കലോടുകൂടി, അഥവാ ആ ഒരു പ്രണയത്തിൻ്റെ പേരിലല്ല അവർ സൂയിസൈഡ് ചെയ്യുന്നത്, തൻ്റെ ഭർത്താവിൽ നിന്ന് വേണ്ടത്ര പരിഗണനയും സ്നേഹം കിട്ടാത്തത് കാരണമാണ് താൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു കാര്യം നമ്മുടെ ഗിൽബർട്ട് അതിലൂടെ മനസ്സിലാക്കുന്നതോടുകൂടെ ഈ ഒരു സ്റ്റോറി അവസാനിക്കുക എന്നുള്ളതാണ്. അതാണ് അതിൽ പറയുന്നത് കേട്ടോ. പിന്നെ ഇതിൽ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇതന്നെയാണ് ഈ സെയിം കഥ തന്നെയാണ്. ഒരു പേൾ ബ്രൂച്ചാണ് അവർ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഗിൽബർട്ടിനൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അവർ നൽകിയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ലെഗസി എന്ന് പറയുന്നത് ആ ഒരു ഡയറി ആണെന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഇങ്ങനെ എന്താണ്, ആഫ്റ്റർ മാരേജ് എന്താണ് അവർ ഒരിക്കലും ഷെയർ ചെയ്യാത്തൊരു സംഭവമായിട്ടാണ് ഈ ഒരു ഡയറി കാണിക്കുന്നത്. അതുപോലെ തന്നെ അപകട മരണമാണെന്ന് ആദ്യം വിശ്വസിക്കുന്നുണ്ടെങ്കിലും പിന്നീട് എന്താണ് അത് സൂയിസൈഡ് ആണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇതിൽ പറയുന്ന വേറെ കാര്യം, നമ്മുടെ ഈ ഒരു സിസി മില്ലറിനെ നമ്മുടെ ഗിൽബർട്ട് ഒന്ന് ഡൗട്ട് ചെയ്യുന്നുണ്ടല്ലോ. കാരണം തന്നോട് ഒരു സ്നേഹം അല്ലെങ്കിൽ തന്നോടൊരു ഇഷ്ടം അല്ലെങ്കിൽ തന്നോട് കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഒരു ആഗ്രഹം സിസി മില്ലർക്ക് ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് അറിയാതെ ആർക്ക് വരികയാണ്, നമ്മുടെ ഗിൽബർട്ടിന് വരികയാണല്ലോ. അപ്പം അദ്ദേഹം എന്താണ് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് എന്താണ് താൻ ഇത്രയും ഭംഗിയുണ്ടോ, അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അഹങ്കാരമാണ് ശരിക്കും അവിടെ കാണിക്കുന്നത്. താൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈഡ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു അത്രയും ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു ഇതാണ് അദ്ദേഹത്തിനെ കാണിക്കുന്നത് കേട്ടോ. ഒരു സെൽഫ് ലവ് ആണ് അവിടെ ശരിക്കും അദ്ദേഹം കാണിക്കുന്നത്. അപ്പം പിന്നീട് എന്താണ്, അദ്ദേഹം ഡയറി വായിക്കുന്നു, BMനെ കുറിച്ചിട്ട് അറിയുന്നു. പിന്നീട് എന്താണ് സിസിയെ വിളിക്കുന്നു. എന്താണ് ആദ്യം അത് സ്ത്രീയാണെന്ന് അവർ വിചാരിക്കുന്നു. പക്ഷേ പിന്നീട് എന്താണ് മനസ്സിലായി, എന്താണ് അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, സിസിയുടെ ബ്രദറാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അവസാനം എന്താണ് അവർ തൻ്റെ പ്രണയത്തിൻ്റെ പേരിലല്ല അവർ ശരിക്കും ആത്മഹത്യ ചെയ്തിട്ടില്ല. തനിക്ക് കിട്ടേണ്ട പരിഗണനയും കാര്യങ്ങളും താൻ കൊടുക്കാത്തത് കാരണമാണ് അവർ ആത്മഹത്യ ചെയ്തിട്ടുള്ള കാര്യം അവർ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിൽ ആ ഡിസ്കഷനിലും പറയുന്നത് കേട്ടോ. ഇത് പിന്നീട് ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇതിൽ ക്യാരക്ടേഴ്സ് ഗിൽബർട്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലേ. ഗിൽബർട്ട് ആരാണ്, ഭയങ്കര ഒരു സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ ആയിട്ടാണ് അദ്ദേഹത്തിന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സെൽഫ് സെൻട്രലൈസർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളും മാത്രമാണ് പരിഗണിച്ചിരുന്നത്. തൻ്റെ ഭാര്യയുടെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളോ ഒന്നും അദ്ദേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഭയങ്കര പ്രൈഡ് ആയിട്ടുള്ള അല്ല ഭയങ്കര അഹങ്കാരി ആയിട്ടുള്ള ഒരാൾ, പൊസസീവാണ്. അതുപോലെ തന്നെ അതാണ്. അതുപോലെ തന്നെ സെൽഫ് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നമുക്കിതിലൂടെ ഗിൽബർട്ടിനെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആഞ്ചല എന്താണ് ഭയങ്കര കൈൻഡ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര ജനറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. കാരണം അവർക്ക് കുട്ടികളില്ലാത്തത് കാരണം എന്താണ് അവർ പിന്നീട് അവർ സഞ്ചരിക്കുന്ന മേഖല എന്ന് പറയുന്നത് എന്താണ്, പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അവർ ഭയങ്കര ഇന്റലിജന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. തൻ്റെ തീരുമാനങ്ങളിൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്താൻ വേണ്ടി തൻ്റെ അവരുടെ തീരുമാനങ്ങളായിരിക്കാം മേ ബി ആ ഒരു സൂയിസൈഡ് പോലും. അപ്പം അവരത് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭയങ്കര കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര കരുണയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ ആഞ്ചല ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സീക്രട്ടീവ് ആയിട്ടുള്ള ലൈഫാണ്, അല്ലെങ്കിൽ സീക്രട്ടീവ് ആയിട്ട് എന്താണ് ആ ഡയറി അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇമോഷണലി സെൻസിറ്റീവ് ആണ്. ഏതൊരു സ്ത്രീകളെ സംബന്ധിച്ചും ഇമോഷണലി സെൻസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ് അവർ
അറിയാതെങ്കിലും പോലും അവരെന്താണ് തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട്, അവരുടെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട്, എല്ലാം വേണ്ടിയിട്ട് അവർ എന്താണ് അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭയങ്കര കറേജസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം എനിക്ക് ഈ ഒരു ആത്മഹത്യ ചെയ്യാൻ ധൈര്യം ഉണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവരെന്താണ് ധൈര്യപൂർവ്വം ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അവർ ഭയങ്കര കറേജസ് ആണെന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ സിസി മില്ലറിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ അവരെന്താണ് ഭയങ്കര ലോയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണല്ലേ. അപ്പം ആ ഒരു അവരോട് എന്താണ് ഏറ്റവും നല്ല രീതിയിൽ അവർ നീതി പുലർത്തിയിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു ഏഞ്ചലിയോട് വളരെയധികം ലോയൽ ആയിട്ടുള്ള ഫ്രണ്ടാണ്. അതുപോലെ ഭയങ്കര കൈൻഡാണ്, അതുപോലെ ജെന്റിലാണ്, അതുപോലെ തന്നെ ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സിസി മില്ലർ എന്ന് പറയുന്നത്. അതുപോലെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ആഹ് അവരുടെ ലൈഫിൽ ഭയങ്കര എഫക്റ്റീവ്നെസ് അവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ക്യാരക്ടറൈസേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റിൽ പറയാനായിട്ട്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. അപ്പം ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിലും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ പല ഭാഗങ്ങളും നമ്മൾ എന്താണ് പുറത്തുനിന്ന് അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് അന്വേഷിച്ചിട്ടും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പം പല ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി വായിക്കുന്നതിൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ബാക്കി അവിടെ കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ എന്നാലും നമുക്ക് പഠിക്കാനുള്ളത് ആ ഒരു BMൻ്റെ മരണത്തിൻ്റെ കാരണത്തെക്കുറിച്ചിട്ടോ ഒന്നുമല്ല. നമ്മുടെ ഈ ഏഞ്ചൽ എന്തുകൊണ്ട് മരണപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ കാരണം റിയൽ ആയിട്ടുള്ള കാരണം എന്താണെന്നുള്ളതിൻ്റെ പേരിലാണ് ഈ നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കാൻ. കാരണം എന്താണ്, തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിഗണനയൊന്നും മാർക്ക് കിട്ടിയിട്ടില്ല, നമ്മുടെ ഏഞ്ചലക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ ആ ഒരു കാരണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗിൽബർട്ടിൻ്റെ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള, അല്ലെങ്കിൽ അയാളൊരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ കൂടുതലായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പം ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ പഠിച്ചാൽ മതി എന്നുള്ളതാണ് കേട്ടോ.